വെള്ളിത്തിരയിൽ പ്രണയവും വിരഹവും തീർത്ത മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് ഒരു സ്മാരകം എന്ന ആവശ്യം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. 4 കോടി രൂപ ചെലവിൽ ജന്മനാടായ ചിറയൻകീഴിൽ ഒരു സ്മാരക മന്ദിരം ഉയരുകയാണ്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മിനി തിയേറ്റർ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്മാരകമാണ് ചിറയൻകീഴിൽ ഉയരുന്നത്. കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. ചിറയൻകീഴുകാരുടെ പ്രേം നസീർ സ്മരണകൾക്ക് അഭ്രപാളികൾക്ക് പുറത്തും ഒളിമങ്ങാത്ത ഓർമ്മകൾ ഒട്ടേറെയാണ്. പ്രേക്ഷക മനസ്സുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലുമൊക്കെ 3 പതിറ്റാണ്ടിനിപ്പുറവും തിളങ്ങി നിൽക്കുകയാണ് ചിറയൻകീഴ് അബ്ദുൽ ഖാദർ എന്ന മലയാളത്തിന്റെ നിത്യവസന്തം. ഒരിക്കലും മായാത്ത ആ ഓർമ്മകൾക്ക് ഒരു സ്മാരകമെന്ന തലമുറ ഭേദമില്ലാത്ത ആവശ്യത്തിനാണ് കഴിഞ്ഞ ദിവസം ചിറയൻകീഴിൽ ശിലപാകിയത്. വൈകിയെങ്കിലും ജന്മനാട്ടിൽ തന്നെ ആദരമൊരുക്കുന്നതിൽ പ്രേം നസീറിന്റെ കുടുംബാംഗങ്ങളും സന്തോഷത്തിലാണ്. ഇവിടെ ഇത് വരുന്നു എന്ന് കേട്ടത് തന്നെ എനിക്ക് വലിയ സന്തോഷം. ഒരുപാട് പേർക്ക് പഠിക്കാനും കാണാനും കേൾക്കാനും ഈ കേരളത്തിൻ്റെ എല്ലാ അറ്റത്തു നിന്നും ആൾക്കാരെത്തുമല്ലോ. പിന്നെ ചിറയൻകീഴിൽ തന്നെ കിട്ടിയതാണ് ഞങ്ങൾക്കും വളരെ സന്തോഷം. ഞങ്ങൾ പ്രേം നസീറിന്റെ മക്കളും കുടുംബാംഗങ്ങളും നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാം സ്നേഹം എപ്പോഴും വേണം. ചിറയൻകീഴ് പഞ്ചായത്തിന് കീഴിലെ കലാഗ്രാമമാണ് പ്രേം നസീറിനുള്ള സ്മാരകമായി മാറുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ 3 നിലകളിലായാണ് മന്ദിരം നിർമ്മിക്കുക. ഓപ്പൺ എയർ തിയേറ്റർ, ലൈബ്രറി, പ്രേം നസീർ സിനിമകളുടെ ഗ്യാലറി, ചലച്ചിത്ര പഠനത്തിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം, താമസ സൗകര്യം തുടങ്ങി വിപുലമായ സ്മാരകമാണ് നസീറിനായി ഉയരുന്നത്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സ്മാരകം പ്രേം നസീറിന് വേണ്ടി ചിറയൻകീഴിൽ ഉയരുന്നു എന്നത്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും നല്ല 5 മാന്യന്മാരെ എടുത്താൽ അതിലൊരു മാന്യൻ പ്രേം നസീറായിരുന്നു. മാത്രമല്ല ലാളിത്യം ജീവിതത്തിൽ പകർത്തി കാണിക്കുക പലപ്പോഴും ഇങ്ങനെയുള്ള പളപളപ്പുള്ള ലോകത്ത്, കലാലോകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പ്രയാസകരമായ കാര്യമാണ്. അത് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ആളാണ് പ്രേം നസീർ. എന്തായാലും ഈ സ്മാരകം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ തീരുമാനിച്ച സാംസ്കാരിക വകുപ്പിനെ 24 അഭിനന്ദിക്കുന്നു.